എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഈ 2026 ധാരാളം PSC എക്സാമുകൾ നടക്കുന്ന വർഷമാണ്. നമുക്ക് വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ധാരാളം വീഡിയോസ് ഇനിയും ഇടാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റൂട്ട് ഓഫ് 3.6 × 6.4 10th പ്രിലിംസിന്റെ ഒരു പ്രധാന ടോപ്പിക്കാണ് ഡെസിമൽ നമ്പേഴ്സ് സ്ക്വയർ റൂട്ട്, അതിൻ്റെ ഹരണം, ഗുണനമൊക്കെ ഉണ്ട്. അതായത് റൂട്ട് ഓഫ് ഇത് ഒറ്റ റൂട്ടിൽ എഴുതാം. 3.6 × 6.4 അതായത് റൂട്ട് ഓഫ് A × B എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B ആണ്. അപ്പൊ ഇത് ഈ നിയമം വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒറ്റ റൂട്ടിലാക്കാം. ഈ ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് ഒറ്റ റൂട്ടിലാക്കുമ്പോൾ റൂട്ട് ഓഫ് 3.6 എന്ന് പറഞ്ഞാൽ അതിനെ 36/10 എന്ന് എഴുതാം. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണെങ്കിൽ /10 എന്ന് എഴുതാം. പോയിന്റ് കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമാണെങ്കിൽ /100 എന്ന് എഴുതാം. ഇവിടെ ഒരു സ്ഥാനമായതുകൊണ്ട് 36/10 ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് 64/10. അതായത് റൂട്ട് ഓഫ് 36 × 64/10 × 10 അതായത് റൂട്ട് ഓഫ് 36 × 64/10 × 10 100. ഇനി എല്ലാത്തിൻ്റെയും സ്ക്വയർ റൂട്ട് ഒക്കെ എടുത്താൽ മതി. 36ന്റെ റൂട്ട് എത്ര? 6 × 64ന്റെ റൂട്ട് എത്ര? 64 ഇതിന്റെ സ്ക്വയർ ആണെന്ന് നോക്കാം. 8/100ന്റെ റൂട്ട് എത്ര? 10. ഓരോന്നിന്റെ റൂട്ട് എന്ന് എഴുതിയാൽ റൂട്ട് ഓഫ് A × റൂട്ട് ഓഫ് B റൂട്ട് ഓഫ് A/B എന്ന് പറയാൻ റൂട്ട് A/√B. ഈ മുകളിലുള്ളത് അങ്ങനെ തന്നെ എഴുതുക. റൂട്ട് ഓഫ് 36 × 64/100 റൂട്ട് ഓഫ് 36 6 വെളിയിലെടുക്കുമ്പോൾ റൂട്ട് ഓഫ് 64 ഏതിന്റെ റൂട്ടാണ്? 8 × 8/100ന്റെ റൂട്ട് എത്ര? /100ന്റെ റൂട്ട് 10. അതായത് 6 × 8 48/10 എന്ന് കിട്ടും. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനം, അതായത് 4.8 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 3.6 × റൂട്ട് ഓഫ് 6.4 ഒറ്റ റൂട്ടിനകത്ത് എഴുതാം. റൂട്ട് ഓഫ് AB എന്ന് പറയുന്നത് റൂട്ട് A × റൂട്ട് B ആണ്. ദശാംശ സംഖ്യകളുടെ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇതെല്ലാം നമുക്ക് 10th പ്രിലിംസിന് ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. റൂട്ട് ഓഫ് AB എന്ന് പറയാൻ റൂട്ട് ഓഫ് A × റൂട്ട് ഓഫ് B. അപ്പൊ നമുക്ക് ഇതിനെ ഒറ്റ റൂട്ടിനകത്താണ്. റൂട്ട് ഓഫ് 3.6 × 6.4 3.6നെ നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമായതുകൊണ്ട് 36/10 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 36/10 × 64/10 റൂട്ട് ഓഫ് 36 × 64 അടിയിൽ എന്തോടെ 10 × 10 റൂട്ട് ഓഫ് 36 × 64/10 × 10 എന്ന് പറയാം 100. ഇനി എല്ലാത്തിൻ്റെ റൂട്ട് അങ്ങ് വെളിയിലെടുത്ത് എഴുതിയാൽ മതി. ന്യൂമറേറ്ററിൽ എന്തൊക്കെയുണ്ട്? 36ന്റെ റൂട്ട് എത്ര? 6 × 64ന്റെ റൂട്ട് എത്ര? 8 ഡിവൈഡഡ് ബൈ 100ന്റെ റൂട്ട് എത്ര? 10. 6 × 8 48/10. അപ്പോൾ 10 വെച്ച് ഹരിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 48. 6 × 8 48/10 അതായത് 4.8. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഈ സീരീസിന്റെ പ്രത്യേകത എന്തുവാന്ന് നോക്കുക. 3, 9, 15 എക്സെട്ര എന്ന ശ്രേണിയിലെ n-ാം പദം ഇതെങ്ങനെയുള്ള ശ്രേണിയാന്ന് നോക്കുക. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര പ്രോഗ്രഷൻ ആണ്. AP ആണ്. AP ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? ഓരോ ടേമിന്റെ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. പൊതുവായിട്ടുള്ള വ്യത്യാസമാണെങ്കിൽ 3 + 6 9, 9 + 6 15. എല്ലായിടത്തും 6 വീതം കൂട്ടിക്കൂടി 6 കൂട്ടിക്കൂട്ടിയാന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെയുള്ള ശ്രേണിയെ നമ്മൾ സമാന്തര പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ടേം കാണാൻ ഒരു ഫോർമുലയുണ്ട്. A + n - 1 × D. n ഉള്ളിടത്ത് n തന്നെ കൊടുത്താൽ മതി. ആ ശ്രേണിയിലെ n-ാം പദമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സമം A എന്ന് പറഞ്ഞാൽ ആദ്യ പദം. ഇവിടുത്തെ ആദ്യ പദം ഏതാ?
3 പ്ലസ് n എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് n എന്ന് തന്നെ എഴുതുക. n-1 ഇൻറ്റു ഡി. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതു വ്യത്യാസം. എത്ര വീതമാണ് കൂട്ടി എഴുതിയിരിക്കുന്നത്, ഇത് തമ്മിലുള്ള വ്യത്യാസം, 6 വീതമാണ് കൂട്ടി എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 6 ഇൻറ്റു n, 6n, 6 ഇൻറ്റു -1 -6. ഇനി ഈ എന്നുള്ള ടൈം മാത്രം അവിടെ വെക്കുക. ബാക്കി വ്യത്യസ്ത ചിഹ്നമുള്ള 2 സംഖ്യകളുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 6ൽ നിന്ന് 3 പോകെ എത്രയാണ്? 3. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? മൈനസ്. ഇവിടെ ഒരു 6n ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി +3 -6, 6ൽ നിന്ന് 3 കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 6ൽ നിന്ന് 3 പോകെ 3, വലിയ സംഖ്യ ഇവിടെ 6, 6ന്റെ ചിഹ്നം നെഗറ്റീവ്. അതായത് 6n - 3 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ഇതൊരു സമാന്തര പ്രൊജക്ഷനാണ്. AP ആണ്. 3, 9, 15 എക്സെട്ര എന്ന ശ്രേണിയുടെ എന്നാം പദം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. A + AN = A + n - 1 × D. A എന്ന് പറഞ്ഞാൽ ആദ്യ പദം 3 പ്ലസ് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. എന്നെ നമുക്ക് അറിയത്തില്ല, എന്നാം പദമാണ് ചോദിച്ചത്. n-n തന്നെ കൊടുക്കുക. n - 1 × D. ഇവിടെ എത്ര വീതം കൂട്ടിയാ എഴുതിയേക്കുന്നത്? പൊതുവായിട്ടൊരു വ്യത്യാസമുണ്ട്. 6, 6, 6, 6 അങ്ങനെ. അപ്പോൾ 3 + n - 1 × 6, ദാറ്റ് ഈസ് 3 പ്ലസ് ഈ 6 ഇട്ട് ഇതിനകത്തോട്ട് രണ്ടോട്ടും കയറ്റി ഗുണിക്കുക ബ്രാക്കറ്റിനുള്ളിൽ. 6 × n 6n, 6 × -1 6. ഈ n ഉള്ള ടേം സെപ്പറേറ്റ് എഴുതുക. 6n. ഈ 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ വന്നു. 3യും +3യും -6ഉം. അപ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം. 6ൽ നിന്ന് 3 പോകെ 3. വലിയ സംഖ്യയുടെ ചിഹ്നം ഇവിടെ മൈനസ്. 3ഉം 6ഉം ഉള്ളതിൽ 6അല്ലേ വലിയ ചിഹ്നം, വലിയ സംഖ്യ, അതിൻ്റെ ചിഹ്നം മൈനസ്. 6n, 6ൽ നിന്ന് 3 പോകാൻ 3 -3, വലിയ സംഖ്യയുടെ ചിഹ്നം. 6n - 3. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 വൃത്തസ്തൂപികളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം, അതായത് V1 ആദ്യത്തെ വൃത്തസ്തൂപിയുടെ വ്യാപ്തം, രണ്ടാമത്തെ വൃത്തസ്തൂപിയുടെ വ്യാപ്തം V2 ആണെന്നിരുന്നോട്ടെ. V1 = V2 എന്ന് പറയുന്നത് 2:9 ആണെന്ന് തന്നിട്ടുണ്ട്. V1 = V2 2:9 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ വ്യാപ്തം, വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണാനുള്ള ഫോർമുല 1/3 πr²h. ആദ്യത്തെ വ്യാപ്തം V1/V2 = 1/3 πr1²h1. ആദ്യത്തേതിൻ്റെ വ്യാപ്തം ബൈ 1/3 πr2²h2. ഈ 1/3 π രണ്ടിടത്തും ഉണ്ടായതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. വിച്ച് ഇംപ്ലൈസ് V1 = V2 എന്ന് പറയുന്നത് 2:9 ആണെങ്കിൽ ഈ അംശബന്ധം പ്രകാരം, റേഷ്യോ പ്രകാരം നമുക്ക് V1/V2നെ നമുക്ക് 2/9 എന്ന് എഴുതാം. V1 = V2 2:9 ആണെങ്കിൽ V1/V2 എന്ന് പറയുന്നത് 2/9 എന്ന് എഴുതാം. അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ഒരു ലോങ് വീഡിയോ ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മനസ്സിലാവുന്നതാണ്. ദാറ്റ് ഈസ് അതുപോലെ തന്നെ R1 R2 ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധവും തന്നിട്ടുണ്ട്. 1:3. That implies R1/R2 = 1/3. R1 R2 1:3 ആയാൽ R1/R2 എന്ന് പറയുന്നത് 1/3 ആണ്. V1/V2 = R1²H1/R2²H2. V1/V2 എത്ര തന്നിട്ടുണ്ട്? 2/9. V1 V2 2:9 ആയാൽ V1/V2 2/9. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ടോപ്പിക്ക് നോക്കിയാൽ മതി, വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു ലോങ് വീഡിയോ, നല്ല ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രീമാസിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ. ഇനി R1²H1/R2²H2 വിച്ച് ഇംപ്ലൈസ് 2/9 = ഇവിടെ രണ്ടിടത്തും സ്ക്വയർ ഉണ്ടായതുകൊണ്ട് R1²/R2² എന്നുള്ളത് R1/R2² എന്ന് എഴുതാം. രണ്ടിനും സ്ക്വയർ ഉണ്ട്, R1നും ഉണ്ട് R2നും ഉണ്ട്. R1/R2 നമുക്ക് അറിയാം, അതുകൊണ്ട് അങ്ങനെ എഴുതുക. ഇൻറ്റു H1/H2 അറിയത്തില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. ഉയരങ്ങൾ തമ്മിലുള്ള ഒരു വൃത്തസ്തൂപിയുടെ ആരം R-ഉം ഉയരം H-ഉമായാൽ വ്യാപ്തം കാണാനുള്ള ഫോർമുല 1/3 πr²h. 2 വൃത്തസ്തൂപികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ആദ്യത്തേന് V1 എന്നും രണ്ടാമത്തേന് V2 എന്നും കൊടുത്താൽ വ്യാപ്തങ്ങൾ
1/3 പൈ r1 സ്ക്വയർ h1 ആദ്യത്തെ വൃത്തസ്തൂപിയുടെ വ്യാപ്തം, 1/3 പൈ r2 സ്ക്വയർ h2 രണ്ടാമത്തെ. v1 ഈസ്റ്റ് v2 2:9 തന്നിട്ടുണ്ട്, which implies v1 by v2 equal to 2/9. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ നിയമമാണ്. ഇംപ്ലൈസ് ഇത് നമ്മൾ ഇങ്ങനെ എഴുതി എന്തിനാന്ന് ചോദിച്ചാൽ r1 by r2 നമുക്ക് അറിയാം. 2/9 ഈക്വൽ ടു r1 by r2 എത്രയാണെന്ന്, r1 is to r2 1:3 ആയാൽ r1 by r2 എന്ന് പറയുന്നത് 1/3 the whole square into h1 by h2. That is 2/9. നമുക്ക് നോക്കാം. 2/9 ഈക്വൽ ടു 1/9 into h1 by h2. ഈ ഡിനോമിനേറ്ററിൽ ഈക്വൽ സൈഡിന് ലെഫ്റ്റ് സൈഡ് 9 ഉണ്ട്, ഡിനോമിനേറ്ററിൽ റൈറ്റ് സൈഡിൽ 9 ഉണ്ട്. അപ്പൊ അപ്പുറം ഇപ്പുറമുള്ള 9 അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതായത് h1 by h2ന്റെ വില 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ വെറും 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2/1 ആണ്, നമ്മൾ എഴുതുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. h1 by h2ന്റെ വില 2/1 ആണെങ്കിൽ h1 is to h2 എന്ന് പറയുന്നത് 2:1. a is to b എന്ന് പറയുന്നത് 2:1 ആണെങ്കിൽ a by b എന്ന് പറയുന്നത് 2/1. That is h1 by h2 എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം h1 by h2 equal to 2/1. That is 2:1. h1 is to h2 ഉയരങ്ങൾ തമ്മിലുള്ള അംശം എന്താ ചോദിച്ചിരിക്കുന്നത്, h1 is to h2 2:1. കണ്ണാടിയിലെ ഒരു ക്ലോക്കിലെ പ്രതിബിംബ സമയം 10:15 തന്നിട്ടുണ്ട്. ക്ലോക്കിലെ യഥാർത്ഥ സമയം ചോദിച്ചേക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ 11:60 10:15 കുറച്ചാൽ മതി, 1:45 കിട്ടും. 1:45 യഥാർത്ഥ സമയം. പ്രതിബിംബ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാൽ 11:60 നിന്ന് 10:15. 11:60 ഓർത്തിരിക്കുക, മൊത്തം 12 ഇതാന്നല്ലേ വരുന്നേ, 1 2 3 12. 11:60 12 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഈ മണിക്കൂർ മിനിറ്റ് ആയതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടി 11 മണിക്കൂർ 1 മണിക്കൂറോടെ കൂട്ടിയാൽ 12 മണിക്കൂർ. 11 മണിക്കൂർ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആക്കുക. 11:60 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 11 മണി 60 മിനിറ്റ്. അപ്പൊ 10:15 കുറയ്ക്കുക, 1:45 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 7 16 34 70 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്നാ ചോദിച്ചേക്കുന്നത്. ഈ ശ്രേണിയുടെ പ്രത്യേകത എന്തുവാന്ന് നോക്കാം. 7ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 16 കിട്ടും. 16ഉം 18ഉം കൂടെ കൂട്ടിയാൽ 34. 34ഉം 36ഉം കൂടെ കൂട്ടിയാൽ 70 കിട്ടും. എത്ര കൂട്ടിയാൽ ഇത് കിട്ടുമെന്ന് നോക്കിയാൽ മതി, അല്ലെ അതിൽ ഇത് കുറച്ച് നോക്കിയാൽ മതി. 9 18 36 ഈ സംഖ്യയുടെ പ്രത്യേകത എന്തുവാ, ഇത് 9ന്റെ ഇരട്ടിയാണിത്. 9 ഗുണം 2 9 പ്ലസ് 9 9ന്റെ 9 9 ആണ് 18. ഇനി 18ഉം 18ഉം ആണ് 36. അങ്ങനെ ആ രീതിയിൽ ആ ശ്രേണി പോയേക്കുന്നത്. ഇതിന്റെ വ്യത്യാസം എത്ര വീതം, ഇരട്ടി വീതമാണ് കൂട്ടുന്നത്. അപ്പൊ 36ഉം കൂടെ കൂട്ടുമ്പോൾ 72 വരും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതുക, ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി 70 72 കൂടെ കൂട്ടുക 142 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതെങ്ങനെയായി ശ്രേണി പോയേക്കുന്നത്, 7ഉം 9ഉം 16 16ഉം 18ഉം 34 34ഉം പിന്നെ എത്രയും കൂടെ കൂട്ടിയാൽ 70 വരും നോക്കിയാൽ മതി. 70 34 കുറച്ചാൽ 36. അപ്പൊ 34ഉം 36 കൂടെ കൂട്ടി ഇവിടെ എഴുതി. ഇനി 70 ഇവിടെ 9 കൂട്ടി 18 കൂട്ടി 36 കൂട്ടി 9ന്റെ ഇരട്ടി 18 18ന്റെ ഇരട്ടി 36 18ഉം 18ഉം 36. ഇനി 36ഉം 36ഉം ഇരട്ടി വീതമാണ് കൂട്ടുന്നത്. അതായത് 36 × 2 നോക്കിയാൽ മതി, 72 വരും. 70 72 കൂടെ കൂട്ടിയാലുള്ളതാണ് ഇവിടെ വരുന്ന ഉത്തരം. 142 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 14 ആളുകൾ 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 7 ദിവസം കൊണ്ട് എത്ര പേര് ചെയ്യും? M1 D1 ഇതിനൊരു ഫോർമുല ഉണ്ട്. M1 × D1 M1 D1 ഈക്വൽ ടു M2 D2 M1 D1. അതായത് മനുഷ്യരുടെ എണ്ണം M1 ആദ്യം ഉള്ളത് 14, പിന്നത് നമുക്ക് അറിയാത്തോണ്ട് എക്സ് എന്ന് കൊടുത്തു. അതായത് 14 ആളുകൾ 8 ദിവസം കൊണ്ട് M1 D1 14 ആളുകൾ 8 ദിവസം കൊണ്ട്. ഇനി 7 ദിവസം കൊണ്ട് എത്ര പേര്? M2 നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എത്ര പേരായതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കാം. എക്സ് 7 ദിവസം. M1 D1 ഈക്വൽ ടു M2 D2 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഇവിടെ M1 M2 D1 D2 14 ആളുകൾ എത്ര ദിവസം കൊണ്ട്? 8 ദിവസം കൊണ്ട്. നമുക്ക് എത്ര ആളുകൾ അറിയാത്തോണ്ട് എക്സ് എന്ന് എഴുതി. എക്സ് ആളുകൾ
7 ദിവസം കൊണ്ട്. ഇപ്പൊ M1D1 ഈക്വൽ ടു M2D2 നോക്കിയാൽ മതി. 14 ആളുകൾ 8 ദിവസം കൊണ്ട്. അതായത് എക്സ് ആളുകൾ 7 ദിവസം കൊണ്ട് ചെയ്യുന്ന M1D1 M2D2 ഈക്വൽ ടു M1D1 എക്സ് ഇൻറ്റു 7 സമം 14 ഇൻറ്റു 8. M1D1 ഈക്വൽ ടു M2D2 അത് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതിന് തുല്യം. എക്സ് ഇൻറ്റു 7 സമം 14 ഗുണം 8 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 14 ഗുണം 8 കൂടെ കിടക്കുന്ന 7 കൊണ്ട് ഹരിക്കുക. 7 കട്ട് ചെയ്യുമ്പോൾ 7 2 2 8 16 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗോൾഡ് എന്നത് കോഡ് ഭാഷയിൽ FNQI ആയാൽ ലോഡ് എന്ന വാക്കിന്റെ കോഡ് ഭാഷ ഏതെന്ന ചോദ്യം. അപ്പൊ ഗോൾഡ് എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് നോക്കാം. അതായത് GH ഒരക്ഷരം വിട്ട് അടുത്ത അക്ഷരം, ഒന്നര വിട്ട അക്ഷരം I, OPQ, LMN ഒരക്ഷരം വിട്ടിട്ട് അടുത്ത അക്ഷരം, ഒന്നര വിട്ട അക്ഷരങ്ങൾ, DEF. അപ്പൊ ഇവിടത്തെ പ്രത്യേകത എങ്ങനെയാ വന്നേക്കുന്നത്? FNQI എന്നാണ്. അത് നേരെ തിരിച്ചിങ്ങോട്ട് എഴുതുക. ഗോൾഡ് എന്നുള്ളത് ഇങ്ങനെ IQFNF എന്ന് എഴുതരുത്. ഇവിടുത്തെ ബന്ധം നോക്കണം. FNQI എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഒന്നര വിട്ടുള്ള അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ +2, അതായത് LMN OPQ RST ഓരോ അക്ഷരം വിട്ടുവിട്ട് എഴുതിയാൽ മതി. DEF. ഇനി അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് എഴുതുക. ഇടത്തുനിന്ന് വലത്തോട്ടല്ല, വലത്തുനിന്ന് ഇടത്തോട്ട്. FTQN വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കാം. 5 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും കൂടി ശരാശരി വയസ്സ് 19 ആണെന്ന് തന്നിട്ടുണ്ട്. 5 വിദ്യാർത്ഥികളുടെയും ഒരേ പ്രായമാണ് തന്നിട്ടുണ്ട്. അധ്യാപകന്റെയും ഒരു കുട്ടിയുടെയും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 30 ആണെന്ന് തന്നിട്ടുണ്ട്. എന്തുവായി ബന്ധപ്പെടുത്തി പറയുന്നതിന് അതിന് എക്സ് എന്ന് എടുക്കുക. വിദ്യാർത്ഥിയുടെ വയസ്സ് എക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെ 5 വിദ്യാർത്ഥികളുടെ വയസ്സ് എത്ര വരും? 5x. അധ്യാപകന്റെയും വിദ്യാർത്ഥികളുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 30 ആണ്. വിദ്യാർത്ഥിയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ അധ്യാപകന്റെ വയസ്സ് x+30. അപ്പൊ നമുക്ക് ശരാശരി നോക്കാം. ആകെ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നതാണ് ആവറേജ്, ശരാശരി. അപ്പൊ ആകെ എന്തോ 5 വിദ്യാർത്ഥികളുടെയും അധ്യാപകന്റെ പ്രായം, വിദ്യാർത്ഥിയുടെ പ്രായം എക്സ് ആണെങ്കിൽ 5 വിദ്യാർത്ഥികളുടെ ഒരേ പ്രായമാണ് തന്നിട്ടുണ്ട്. അപ്പൊ 5 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെ ശരാശരി തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 5 പേര് 1 അധ്യാപകൻ 6, അത് 19 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5x + x + 30 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5x + x + 30 സമം 19 ഗുണം 6 114 വരും. 5x + x ഈ ലൈക്ക് ടേംസ് നമുക്ക് ഒരുമിച്ച് കൂട്ടാം. എക്സ് എന്ന് പറഞ്ഞാൽ 1x, 5x 1x കൂടെ കൂട്ടിയാൽ 6x. 6x + 30 എന്ന് പറയാൻ 114 ആണ്. അപ്പൊ 6x സമം 114. ഈ കൊടുക്കുന്ന 30 ഇങ്ങ് കൊണ്ടുവന്ന് കുറയ്ക്കുക. 6x സമം 84. അപ്പൊ എക്സ് കാണാൻ 84/6. എക്സ് 84/6 എന്ന് പറഞ്ഞാൽ 14 വരും. എക്സ് നമുക്ക് അധ്യാപകന്റെ പ്രായം ചോദിച്ചേക്കുന്നത് എക്സ് കിട്ടി. എക്സ് 14 അപ്പൊ അധ്യാപകന്റെ പ്രായം എന്തുവാണ്? x+30 ആണ്. അതായത് 14 + 30 44 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിദ്യാർത്ഥിയുടെ പ്രായം ഏതുമായിട്ട് ബന്ധപ്പെടുത്തപ്പെടുന്നോ അത് എക്സ് എന്നെടുക്കും. ഏത് വയസ്സുമായിട്ട് ആരുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്നെടുക്കുന്നു. വിദ്യാർത്ഥിയുടെ പ്രായം എക്സ്. വിദ്യാർത്ഥികൾക്കെല്ലാം ഒരേ പ്രായമാണ്. 5 വിദ്യാർത്ഥികളുണ്ട്, അതുകൊണ്ട് 5 വിദ്യാർത്ഥികളുടെ പ്രായം 5x അങ്ങനെ തന്നിട്ടുണ്ട് ചോദ്യത്തിൽ, ഒരേ പ്രായം. അപ്പൊ അധ്യാപകന്റെ വയസ്സും വിദ്യാർത്ഥിയുടെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം 30 തന്നിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ അധ്യാപകന്റെ വയസ്സ് x+30. അപ്പൊ ആകെ 5 വിദ്യാർത്ഥികളുടെയും ഒരു അധ്യാപകന്റെയും വയസ്സിന്റെ ശരാശരി തന്നിട്ടുണ്ട്. അതായത് 5x-ഉം x+30-യും ആകെ ഡിവൈഡഡ് ബൈ എണ്ണം 6 സമം 19 തന്നിട്ടുണ്ട്. 5x + x + 30/6 അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5x + x എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ധാരാളം വീഡിയോകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.
കൃത്യനിഷ്ഠയോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താൽ എക്സാംസിന് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ കഴിയുന്നതാണ്. ധാരാളം PSC എക്സാംസ് ആണ് 2026 നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. 2026 തുടക്കമാണ്. ജനുവരിയിൽ പഠിച്ചു തുടങ്ങിയാൽ ഷോർട്ട്കട്ട് മെത്തേഡിൽ എങ്ങനെ മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കി തരുന്ന ധാരാളം വീഡിയോസ് ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്